അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച ഈസി അവിയൽ റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ വെച്ചതുകൊണ്ട് ടേസ്റ്റിനോ അതുപോലെ തന്നെ ഒന്നും ഒരു കുറവുമില്ല. എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കണ്ട ചേനയെല്ലാം അതുപോലെ വെന്ത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയൽ വെക്കാനായിട്ട് എല്ലാ ഐറ്റംസും ഉള്ള ഒരു ദിവസമായിട്ടോ. അതുകൊണ്ട് ചേനയുണ്ട്, വെള്ളരിക്കയുണ്ട്, പിന്നെ പയറുണ്ട്, പടവലങ്ങയുണ്ട്, വഴുതനങ്ങയുണ്ട്, തക്കാളി, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ, മുരിങ്ങയ്ക്ക ഞാനിവിടെ പീസാക്കി വെച്ചിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് കഷ്ണമാക്കിയിട്ട് വരാം. ഇതേ മുരിങ്ങയ്ക്ക, ചേമ്പ്, ഉരുളക്കിഴങ്ങ്. മുരിങ്ങയ്ക്ക ഞാനിങ്ങനെ പീസാക്കി ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചത്, അല്ലെങ്കിൽ അത് അഴുക്കായി പോകും. അതുകൊണ്ട് ഇനി ഇത് അരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ ഈ അവിയലിനുള്ള ഐറ്റംസ് രണ്ടായിട്ടാണ് വേവിക്കുന്നത്. കുക്കറിനകത്ത് വേവിക്കും. ഇപ്പോൾ ചേന നല്ല വേവിക്കുന്നത്. ചേന ഇത് കുറച്ച് വേവുള്ളതാണ്. അപ്പോൾ അത് പിന്നെ വെള്ളരി ഇതെല്ലാം കൂടെ. കാരണം ചേന ചിലപ്പം ഒന്നിച്ചിട്ട് വേവിച്ചാൽ വേകാൻ സാധ്യതയില്ല. നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നത്, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതുപോലെ രണ്ടാമത് ഇതുപോലെ വഴുതന, പിന്നെ ഉരുളക്കിഴങ്ങ്, ചേമ്പ്, പയർ ഇതൊക്കെ കുക്കറിൻ്റെ രണ്ടാമത്തെ വിസിലിട്ടിട്ട് വേവിക്കാം. അതായത് ആദ്യത്തെ നമ്മൾ നോക്കിയിട്ട് പിന്നെ രണ്ടാമത്. അത്രയാണ് നമ്മൾ ഇതിനകത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കാം. ചേന ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുക, ഇതും കൂടെ അരിഞ്ഞെടുക്കാം. മുരിങ്ങയ്ക്കയുടെ കാര്യം വിട്ടുപോയി കേട്ടോ. മുരിങ്ങയ്ക്കൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് ഞാനതങ്ങ് വിട്ടു. അപ്പോൾ ഇത്രയും നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ രണ്ട് സെറ്റായിട്ട് നമ്മൾ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് പയർ, ചേമ്പ്, പിന്നെ വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, ഇത്രയാണ് രണ്ടാമത്തെ സെറ്റ്. അധികം വേവില്ലാത്തത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു അരഭാഗത്തോളം മതി കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിലിട്ട് വേവിക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. ചേനയാണ് എനിക്ക് പേടിയുള്ള സാധനം. അതെ, നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് വന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഒന്നുകൂടി ഇട്ട് മറ്റേത് വേവിച്ചാൽ കൂടുതലങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മറ്റേ ഒന്നുകൂടെ വേവിക്കാം. അല്ലെങ്കിൽ ചേന വെന്തില്ലെങ്കിൽ ഇതിൽ തന്നെ ഇട്ട് വേവിച്ചാൽ മതി ഒരു വിസിലൂടെ. ഇത് മാറ്റി വെച്ചിട്ട് മറ്റേതും കൂടി എടുത്ത് വേവിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് അവിയൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതും ഇതുപോലെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അതുകൂടെ ഇതിനകത്തോട്ടിടാം. വെള്ളമൊക്കെ ദേ നോക്ക് കറക്റ്റായിട്ട്, ഒട്ടും വെള്ളം കൂടിയിട്ടില്ല, എന്നാൽ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ആദ്യം വേവിച്ച സെറ്റിലെ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതൊഴിച്ചിട്ടാണ് രണ്ടാമത് വേവിച്ചത്. അപ്പോൾ അത് ഒട്ടും വെള്ളം കൂടി പോകത്തില്ല. അപ്പോൾ നമ്മൾ ഇനി ഇത് അരപ്പിട്ടാൽ മാത്രം മതി. ഇനി ഇതിന് ഒരരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. അവിയലിൻ്റെ കഷ്ണത്തിനനുസരിച്ച് തേങ്ങ എടുക്കണം കേട്ടോ. അവിയലിനൊക്കെ ഒരുപാട് തേങ്ങ വേണമെന്ന് ഞങ്ങളുടെ വല്യമ്മച്ചി പറയാം, കൊച്ചമ്മച്ചി. മഞ്ഞപ്പൊടി ഇട്ടു, ജീരകം മസ്റ്റ്. ഞാൻ നേരത്തെ പിന്നെ ചുമന്നുള്ളിയും കൂടെ വെളുത്തുള്ളി അരയ്ക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു വെളുത്തുള്ളി അരച്ചുകൂടാ, വെളുത്തുള്ളി അരയ്ക്കരുത്, അവിയലിന് അരയ്ക്കത്തില്ല. അങ്ങനെ ഞാൻ വെളുത്തുള്ളി അരയ്ക്കുന്നില്ല. എന്നിട്ട് ചുമന്നുള്ളി ഇത് നമ്മൾ ചതയ്ക്കാനായി ഇത് അരയ്ക്കരുത്. പിന്നെ എന്താ പറയണ്ടേ, പച്ചമുളക് അതും പിന്നെ ചുമന്നുള്ളിയും കൂടെ ചതയ്ക്കാനാണ്, കറിവേപ്പിലയും കൂടെ. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാൻ പോകണം. കറിവേപ്പിലയില്ല, തേങ്ങാപ്പീര, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും മതി കേട്ടോ. ഇത്രയും ഒതുങ്ങിയാൽ മതി. ഇനി ശേഷം നമ്മൾ പച്ചമുളകും കൂടി ഇതിനകത്തോട്ട് ഇടുക. പിന്നെ കല്ലില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഇട്ട് ഒന്ന് കറക്കുക ചെയ്യുള്ളൂ. ഒട്ടും അരഞ്ഞു പോയാൽ അവിയൽ കൊള്ളില്ല. അവിയലിൻ്റെ രീതിയല്ല, അതിൻ്റെ കരുവല്ലത്. ഇതും ഉള്ളിയും കൂടെ, ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടെ, ഇത്രയും കൂടെ ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇത്രയും മതി. ചതയാത്തൊരു മുളകുണ്ട്, അതവൻ്റെ വിധിയാണെന്ന് ഞാൻ വിചാരിക്കുക. കാരണം ഇനിയും ചതഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി തെറ്റിപ്പോവും. ഇപ്പം തന്നെ ഇച്ചിരി കൂടുതലായി. നമുക്കിനി ഇത് അവിയലിനകത്ത് ചേർക്കാം. ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് ഒന്ന് അരപ്പ് പച്ചമണം പോകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം, ഒന്ന് അടച്ചു വയ്ക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഉടഞ്ഞു പോയത് വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാൻ. കഷ്ണങ്ങൾ ഉടഞ്ഞാൽ അവിയലിൻ്റെ ഭംഗി നഷ്ടപ്പെടും.
ഉപ്പില്ലായിരുന്നു, ഉപ്പും കൂടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില മസ്റ്റാണ് കേട്ടോ, നമ്മൾ അരച്ചു അതല്ല. പിന്നെ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് ഒന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ച നല്ല അടിപൊളി അവിയൽ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഈസി അവിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ അവിയൽ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. അപ്പോൾ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.